എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഓണം എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എക്സാമിന് വരാവുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. നമുക്ക് മിഡ് ലാൻഡ്, ലോ ലാൻഡ്, ഹൈലാൻഡ് ഈ 3 ലാൻഡിൽ നിന്നും ഫിസിയോഗ്രഫിക്കൽ ഡിവിഷനിൽ നിന്നും എന്തായാലും നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഒരു 10 വീഡിയോസെങ്കിലും ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ വർഷത്തേത് മുതൽ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞ വർഷം ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഈ വർഷമല്ല. അതേപോലെ തന്നെ ഈ വർഷം നമ്മൾ സെപ്റ്റംബറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ എക്സാമിൻ്റെയും ആൻസർക്ക് എക്സാം കഴിഞ്ഞ സമയം തന്നെ ഇടുന്നുണ്ട്. അതും നിങ്ങൾ കാണുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ ദ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് കേരള എക്സ്പ്ലെയിൻ. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് നമ്മുടെ ഹൈലാൻഡ് തന്നെയാണല്ലേ. ഹൈലാൻഡ് പ്രത്യേകത ഫസ്റ്റ് നമുക്ക് പറയാം. എബോവ് 75 മീറ്റേഴ്സ് ആൾട്ടിറ്റ്യൂഡ്, 75 മീറ്ററോളം ഉയരമുണ്ട്. 75 മീറ്ററോളം ഉയരമുണ്ട്. അപ്പോൾ ഹൈലാൻഡ് ഭയങ്കര ഹൈറ്റുള്ളതാണ്. അപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക എബോവ് 75 മീറ്റേഴ്സ് ആൾട്ടിറ്റ്യൂഡ്. പിന്നെ 48% ഓഫ് ടോട്ടൽ ഏരിയ ഓഫ് കേരളയുടെ ഏരിയയുടെ 48% എന്താണ്? ഈ ഹൈലാൻഡ് തന്നെയാണ്. അപ്പോൾ 48% എന്താണ്? ഹൈലാൻഡ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ദ വെസ്റ്റേൺ സൈഡ് ഓഫ് ദ വെസ്റ്റേൺ ഗാർഡ്സ്. ഈ ഹൈലാൻഡ് എന്ന് പറയുന്നത് വെസ്റ്റേൺ സൈഡ് ഓഫ് ദി വെസ്റ്റേൺ ഗാർഡാണ്. വെസ്റ്റേൺ ഗാർഡിൻ്റെ വെസ്റ്റേൺ സൈഡാണ്. അത് നമുക്ക് ഓർമ്മിച്ച് വെക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളത് അബണ്ടൻറ്റ് റെയിൻഫാളാണ്. നല്ല മഴയാണ്. തിങ്ങി നിറഞ്ഞ വെസ്റ്റേൺ ഗാർഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പശ്ചിമഘട്ടം വനങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായിരിക്കും? അബണ്ടൻറ്റ് റെയിൻഫാൾ ആയിരിക്കും. ഇഷ്ടം പോലെ മഴയായിരിക്കും. മിസ്റ്റ്, കൂൾനെസ്, അതേപോലെ തന്നെ മഞ്ഞ്, തണുപ്പ്, ഇതൊക്കെ എവിടെയുണ്ട്? ഹൈലാൻഡിലുണ്ട്. അപ്പോൾ 75 മീറ്റേഴ്സ് ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. പിന്നെ നമുക്ക് അബണ്ടൻറ്റ് റെയിൻഫാൾ എന്ന് എഴുതാം. പിന്നെ ടെമ്പറേച്ചർ ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്. എപ്പോഴും ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരിക്കും. വെൽ ഡ്രെയിൻഡ് സോയിൽ, അതായത് നല്ല വാർച്ചയുള്ള മണ്ണാണ്. പിന്നെ ഫേവറബിൾ ഫോർ ഗ്രോത്ത് ഓഫ് ടീ, കോഫി ആൻഡ് സ്പൈസ്. അപ്പോൾ അവിടെ എന്താണ് മെയിനായിട്ട്? ടീ, കോഫി, സ്പൈസ്, ഇതൊക്കെയാണ് അവിടുത്തെ ക്രോപ്സ്. അത് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഹൈലാൻഡിനെ പറ്റിയിട്ട് നമുക്ക് എന്തെല്ലാം പറയാം? എബോവ് 75 മീറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് പറയാം, അബണ്ടൻറ്റ് റെയിൻഫാൾ പറയാം, അതേപോലെ വെൽ ഡ്രെയിൻഡ് സോയിലാണ്, ഫേവറബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് കോഫി ആൻഡ് സ്പൈസസ്. അപ്പോൾ ഹൈലാൻഡിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഹൈറ്റ് കൂടുതലാണ്, എബോവ് 75 മീറ്റേഴ്സ് ആൾട്ടിറ്റ്യൂഡ്. ഇനി നെക്സ്റ്റ് നമുക്ക് മിഡ്ലാൻഡിന് വെക്കാം. ആൾട്ടിറ്റ്യൂഡ് ബിറ്റ്വീൻ 7.5 മീറ്റേഴ്സ് ആൻഡ് 75 മീറ്റേഴ്സ്. അപ്പോൾ മിഡ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 75 മീറ്റേഴ്സിൻ്റെയും 7.5 മീറ്റേഴ്സിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലമാണ് നമ്മൾ എന്ത് പറയുന്നത്? മിഡ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മിഡ്ലാൻഡ് എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് ബിറ്റ്വീൻ 7.5 മീറ്റേഴ്സ് ആൻഡ് 75 മീറ്റേഴ്സ്. ലൈസ് ബിറ്റ്വീൻ ഹൈലാൻഡ് ആൻഡ് ലോലാൻഡ്. അപ്പോൾ ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ലൈസ് ബിറ്റ്വീൻ ഹൈലാൻഡ് ആൻഡ് ലോലാൻഡ്. ഇനി ഇവിടെ ഡൈവേഴ്സ് ക്രോപ്സ് ആണ് ഇവിടുത്തെ പ്രത്യേകത. വ്യത്യസ്ത തരം കൃഷികളുണ്ട്. അബണ്ടൻറ്റ് റെയിൻ, അലൂവിയൽ സോയിൽ ആൻഡ് ലാറ്ററൽ സോയിൽ. ഇവിടുത്തെ സോയിൽ എന്താണ്? അലൂവിയൽ സോയിലുമാണ്, ലാറ്ററൈറ്റ് സോയിലുമാണ്. പിന്നെ ഇവിടെ എന്താണ്? ഗ്രോത്ത് ഓഫ് ഫുഡ് ക്രോപ്സ്, വെജിറ്റബിൾസ്, ട്യൂബേഴ്സ്, ഐഡിയ ഫോർ റബ്ബർ കൾട്ടിവേഷൻ. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കൃഷികളാണ്. ഏതൊക്കെയാണ്? വെജിറ്റബിൾസ് ഉണ്ട്, ട്യൂബേഴ്സ് ഉണ്ട്, ഐഡിയ ഫോർ റബ്ബർ കൾട്ടിവേഷൻ. അപ്പോൾ പഠിച്ച് നോക്കുക. 75 മീറ്റേഴ്സിൻ്റെയും 75 മീറ്റേഴ്സിൻ്റെയും ഇടയിലാണ്. ഡൈവേഴ്സ് ക്രോപ്സ് ഉണ്ട്. അബണ്ടൻറ്റ് റെയിനാണ്. അലൂവിയൽ സോയിൽ ആൻഡ് ലാറ്ററൽ സോയിലാണ്. ഫേവറബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഫുഡ് ക്രോപ്സ്. നെക്സ്റ്റ് വൺ എന്താണ്? ലോലാൻഡ് ആണ്. അത് നമുക്കറിയില്ല, ബിലോ 7.5 മീറ്റേഴ്സ് ആൾട്ടിറ്റ്യൂഡ്. 7.5നെക്കാട്ടി താഴെയുള്ളതാണ്. ഹ്യൂജ് ഡെപ്പോസിറ്റ് ഓഫ് അലൂവിയൽ സോയിൽ, അതൊരു പ്രത്യേകതയാണ്. സലൈൻ സോയിൽസ് ഇൻ ദ കോസ്റ്റൽ സ്ട്രക്ചേഴ്സ്. അപ്പോൾ കോസ്റ്റൽ സ്ട്രക്ചേഴ്സ്, തീരപ്രദേശങ്ങളൊക്കെ അടങ്ങിയിട്ടൊരു സ്ഥലമാണ് ലോലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പ് കലർന്ന മണ്ണാണ് അവിടെ ഉള്ളത്. മെയിൻ ക്രോപ്സ് എന്ന് പറയുന്നത് കോക്കനട്ട് ആൻഡ് പാടി. അപ്പോൾ ലോലാൻഡിലെ മെയിൻ ക്രോപ്സ് എന്താണ്? കോക്കനട്ട് ആൻഡ് പാടി. ഡൈവേഴ്സ്ലി പോപ്പുലേറ്റഡ് റീജിയൻ. ഓക്കെ, പോപ്പുലേറ്റഡ് റീജിയൻ ആണ് ഈ ലോലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ആർ വെജിറ്റബിൾ ഫ്ലവേഴ്സ് എക്സെട്ര ബ്രോട്ട് ഹിയർ ഫ്രം അതർ സ്റ്റേറ്റ്? നമുക്ക് വെജിറ്റബിൾസ് ആയാലും ഫ്ലവേഴ്സ് ആയാലും എല്ലാം അടുത്ത നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അതെന്തുകൊണ്ടാണ്? ഇനഫ് വെജിറ്റബിൾസ് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ കേരളത്തിൽ അത്ര വെജിറ്റബിൾ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? പാർട്ട് ഓഫ് അവർ കൾട്ടിവബിൾ ലാൻഡ് ഈസ് കെപ്റ്റ് അൺകൾട്ടിവേറ്റഡ്. നമുക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഇവിടെ അൺകൾട്ടിവേറ്റ് ആയിട്ട് കൃഷി ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ജനറലി പീപ്പിൾ ഇൻ അവർ സ്റ്റേറ്റ് ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ അഗ്രികൾച്ചർ വർക്ക്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അഗ്രികൾച്ചറിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഫാമേഴ്സ് ഡു നോട്ട് ഗെറ്റ് ആഡിക്വേറ്റ് പ്രൈസ്. ഫാമേഴ്സിന് അത്ര നല്ല പൈസയൊന്നും കിട്ടുന്നില്ല. ക്രോപ്പ് ഡിസ്ട്രക്ഷൻ ഡ്യൂ ടു ദ ചേഞ്ച് ഓഫ് ക്ലൈമറ്റ്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രോപ്പ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നശിക്കുന്നു. വേജ് ഇൻക്രീസ് ഓഫ് വർക്കർക്കാന്ന് വെച്ചാൽ ഒരുപാട് കൂലി കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കൾട്ടിവബിൾ ലാൻഡ്സ് ആർ യൂസ്ഡ് ഫോർ ബിസിനസ് പർപ്പസ്. പിന്നെ എന്താണ്, സ്ഥലങ്ങളൊക്കെ ബിസിനസ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് ആൻഡ് പാഡി ഫീൽഡ്സ് ഡ്യൂ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. പിന്നെ ഹിൽസ് ഇല്ല, പാഡി ഫീൽഡ്സ് ഇല്ല, അവിടെയൊക്കെ എന്താണ് വലിയ വലിയ ബിൽഡിങ്സൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ കൃഷി ചെയ്യേണ്ട സ്ഥലത്ത് വേറെ ബിസിനസ് പർപ്പസിനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2 ചെറിയ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഹൈലാൻഡ്, മിഡ് ലാൻഡ്, ലോ ലാൻഡ് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് ഷുവറായിട്ട് പറയാനുള്ളത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ഓരോ പ്രൊഡക്ഷനിലും എന്താണ് റിസൾട്ട് കിട്ടുന്നത് പഠിക്കണം. അതിനെയൊക്കെ നമ്മൾ ഇപ്പോൾ ഇന്നലെയും മെനയാന്നുമായിട്ട് 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ വിശദമായിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ചാപ്റ്ററും അതേപോലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററും വളരെ വിശദമായിട്ട് വരാവുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. താങ്ക്